ചതിയന് പറ്റിയ അമളി. കുറുനരിക്കാട്ടിലെ വികൃതി കുറുക്കനായിരുന്നു വീരു. എങ്ങനെയെങ്കിലും വയറു നിറയ്ക്കണം, ഈ ഒറ്റ ചിന്തയെ അവനുള്ളൂ. അതുമാത്രമല്ലാട്ടോ, ഭക്ഷണം അധ്വാനിച്ചുണ്ടാക്കാനൊന്നും പുള്ളി മെനക്കെടാറില്ല. ആരെങ്കിലും പറ്റിച്ച് വയറു നിറയ്ക്കലാണ് വീരുവിന്റെ പ്രധാന പണി. ഒരു ദിവസം വീരു കാട്ടിലൂടെ പോവുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ചോട്ടുമുയലിനെ കാണുന്നത്. ചോട്ടു ക്യാരറ്റ് ശേഖരിച്ച് തിരിച്ചു വരികയായിരുന്നു. ചോട്ടുവിനെ കണ്ട വീരു പറഞ്ഞു, "കുറേ ക്യാരറ്റ് ഉണ്ടല്ലോ ചോട്ടു, ഇത് എങ്ങനെ ഒപ്പിച്ചു? എന്തായാലും നിന്റെ കാര്യം കുശാലായി." "എന്റെ ചേട്ടാ, ഇതങ്ങനെ എളുപ്പത്തിൽ ഒപ്പിച്ചതൊന്നുമല്ല. കഷ്ടപ്പെട്ട് പല സ്ഥലങ്ങളിൽ പോയി ശേഖരിച്ചതാ. മഞ്ഞുകാലം വരാൻ പോവുകയല്ലേ, അതിനു മുമ്പ് മാളം ഭക്ഷണം കൊണ്ട് നിറച്ചില്ലെങ്കിൽ അറിയാമല്ലോ, ഭക്ഷണമില്ലാതെ കഷ്ടപ്പെട്ടതു തന്നെ. മഞ്ഞുകാലത്ത് ഒരു തളിരില കിട്ടുമെന്ന് കരുതണ്ട, കാട് മുഴുവൻ മഞ്ഞിൽ മൂടില്ലേ." "ഓ, അത് ശരി തന്നെ. പക്ഷേ അതിനുവേണ്ടി ഇങ്ങനെ അധ്വാനിക്കേണ്ട കാര്യമുണ്ടോ?" "അത് കൊള്ളാം. അധ്വാനിക്കാതെ എന്തു ചെയ്യും? ഭക്ഷണം വെറുതെ തരുന്ന അത്ഭുതം വരുമൊന്നും കാട്ടിലില്ലല്ലോ ചേട്ടാ." "എന്ത്? അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ? ഈ കാട്ടിലെ അത്ഭുത മരത്തെക്കുറിച്ചറിയാൻ അപ്പോൾ ഇനി നീ മാത്രമേ ബാക്കിയുള്ളൂ." "അത്ഭുതമരമോ?" ചോട്ടു അതിശയത്തോടെ ചോദിച്ചു. "അതെ അതെ, കാടിന്റെ കിഴക്കേ അതിരിനോട് ചേർന്ന് ഒരു അത്ഭുത മരമുണ്ട്. ആ മരത്തോട് എന്ത് ചോദിച്ചാലും ആ മരം നമുക്കത് തരും." "ഒന്നിപ്പോ ചേട്ടാ, എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. അങ്ങനെ ഒരു മരത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല." "എന്റെ ചോട്ടു, അതിന് നമ്മളാരും കാടിന്റെ ആ ഭാഗത്തേക്ക് പോകാറില്ലല്ലോ. അടുത്ത കാട്ടിൽ നിന്നും ഒരു മുത്തശ്ശിമൂങ്ങ നമ്മുടെ കാട്ടിൽ വന്നിട്ടുണ്ട്. ആ മുത്തശ്ശിയാ ഈ മരത്തെക്കുറിച്ച് പറഞ്ഞത്." "എന്റെ ചേട്ടാ, ചേട്ടൻ പറയുന്നതെല്ലാം സത്യമാണോ?" "ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. ദേ നോക്ക്, ഞാൻ ആ മരത്തിന്റെ അടുത്തേക്ക് പോവുകയാ. മഞ്ഞുകാലം വരുമ്പോൾ കഴിക്കാൻ എനിക്കും ഭക്ഷണം വേണ്ടേ? നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ ആ മരം കാണിച്ചു തരാം." "എന്നാൽ ശരി, ഞാനും വരുന്നുണ്ട് ആ അത്ഭുത മരം കാണാൻ." "അതെ, അങ്ങനെ നിന്നെ വെറുതെ അങ്ങ് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. നിനക്ക് ആ മരം കാണണമെങ്കിൽ നിന്റെ കയ്യിലുള്ള മുഴുവൻ ക്യാരറ്റും എനിക്ക് തരണം. എന്താ, സമ്മതമാണോ?" മുയൽക്കുട്ടൻ ഒരു നിമിഷം ആലോചിച്ചു. "എന്താ, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ പറഞ്ഞില്ലേ, അതൊരു മാന്ത്രിക മരമാണ്. അവിടെ ചെന്നാൽ നിനക്കിഷ്ടമുള്ളത് എന്തും കിട്ടും." വീരു പറഞ്ഞതെല്ലാം ചോട്ടു വിശ്വസിച്ചു. അവൻ അവന്റെ ക്യാരറ്റ് മുഴുവൻ വീരുവിന് നൽകി. ക്യാരറ്റ് കിട്ടിയതും വീരു ചിരിക്കാൻ തുടങ്ങി. "എന്തിനാണ് ചേട്ടാ ഇങ്ങനെ ചിരിക്കുന്നത്? വാ, നമുക്ക് മാന്ത്രിക മരത്തിന്റെ അടുത്തേക്ക് പോകാം." ഇത് കേട്ട വീരു പറഞ്ഞു. "മാന്ത്രിക മരമോ? അതേത് മരം? എന്റെ ചോട്ടു, നീയല്ലാതെ വേറെ ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുമോ? നിന്റെ കയ്യിലുള്ള ക്യാരറ്റ് കിട്ടാൻ ഞാൻ നുണ പറഞ്ഞതല്ലേ? കഷ്ടം, നീ ഒരു മണ്ടൻ തന്നെ." ഇത്രയും പറഞ്ഞ് വീരു അവിടെ നിന്നും ഓടിപ്പോയി. ചോട്ടുവിന് ഇത് കേട്ട് സങ്കടമായി. എന്നാലും വീരുചേട്ടൻ എന്നെ പറ്റിച്ചല്ലോ. സങ്കടത്തോടെ അവൻ ഓർത്തു. എന്തായാലും ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. മഞ്ഞുകാലം വരുന്നതിനു മുമ്പ് ഭക്ഷണം ശേഖരിച്ചില്ലെങ്കിൽ പട്ടിണി കിടന്നത് തന്നെ. ചോട്ടു കഠിനാധ്വാനം ചെയ്ത് വീണ്ടും ഭക്ഷണം ശേഖരിച്ചു. കുറുക്കനാകട്ടെ ഇനിയും ആരെയെങ്കിലും പറ്റിച്ച് ഭക്ഷണം ഉണ്ടാക്കാമെന്നു കരുതി കിട്ടിയ ഭക്ഷണമെല്ലാം തിന്നു തീർത്തു. മഞ്ഞുകാലം എത്തി. ഭക്ഷണം കിട്ടാതെ നട്ടം തിരിയുന്ന വീരുവിനെ കണ്ട ചോട്ടുവിന് സങ്കടം തോന്നി. അവൻ അവന്റെ ഭക്ഷണത്തിൽ നിന്നും ഒരു ഭാഗം വീരുവിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, "വീരുചേട്ടാ, മറ്റുള്ളവരെ പറ്റിച്ചു കിട്ടുന്ന സുഖങ്ങൾക്ക് അത്ര ആയുസ്സുണ്ടാവില്ല.
യഥാർത്ഥ വിജയമാണ് വേണ്ടതെങ്കിൽ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും സത്യസന്ധതയും അത്യാവശ്യമാണ്. കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.